ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വിഷുയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ബ്രൈറ്റ് അപ്പ് മേക്കപ്പ് സ്റ്റുഡിയോ എന്ന ഷംലയാണ് എന്നെ റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ജ്വല്ലറി ഒക്കെ ഗോൾഡൻ കപ്പ് എന്നാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഗോൾഡൻ കപ്പിന്റെ ജ്വല്ലറീസിന് ഞാനിപ്പോൾ അഡിക്റ്റ് ആയി എന്ന് തന്നെ പറയാം. കാരണം ആ ജ്വല്ലറീസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എലഗൻറ്റ് ലുക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു റെൻ്റൽ ജ്വല്ലറി ഷോപ്പാണ് ഗോൾഡൻ കപ്പ്. ഞാൻ എടപ്പാളുള്ള ഗോൾഡൻ കപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്കും കുഞ്ഞാറ്റയ്ക്കുള്ള ഓർണമെൻറ്റ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തക്കടൂന് പിന്നെ അതിനുള്ളൊരു പ്രായമായിട്ടില്ലല്ലോ. എൻ്റെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു കേട്ടോ, കുഞ്ഞുവാവ കോപ്പറേറ്റ് ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ അവൾക്ക് അറിയാം മമ്മിയുടെ ഒരു ജോബാണിത്, അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ കോപ്പറേറ്റ് ചെയ്തിരിക്കണം എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് അറിയാണ്ട് നല്ല കുട്ടിയായിട്ട് പാലും കുടിച്ച് അവിടെ കിടക്കുകയായിരുന്നു. അതുതന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മാത്രമല്ല, എൻ്റെ കുഞ്ഞാറ്റക്കുട്ടിക്കും മേക്കപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അവളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബ്രൈറ്റപ്പിൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെയാണ് അവരെനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഷംലനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ നല്ല കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങളുടെ ആ ഒരു മേക്കപ്പ് സെഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. വീഡിയോ എടുത്തിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല, അത്ര ഇഷ്ടപ്പെട്ടു എനിക്ക് മേക്കപ്പും പിന്നെ ആ ഒരു സാരി ഡ്രിപ്പിങ്ങും പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ വന്നപ്പോൾ എൻ്റെ ആ ഒരു ഓവറോൾ ലുക്ക് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് മെഹന്തി. ഡെയ്ച്ച് ഹെന്നയിൽ നിന്നും ആയിഷയാണ് എനിക്ക് മെഹന്തി ഇടാൻ വന്നിട്ടുണ്ടായിരുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ മെഹന്തി ആർട്ടിസ്റ്റ്. ഇതിന് മുന്നേയും ആയിഷ എനിക്ക് മെഹന്തി ചെയ്ത് തന്നിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് രണ്ടാമത് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴും ഞാൻ ആയിഷനെ തന്നെ കോൺടാക്ട് ചെയ്തത്. എനിവേ എല്ലാം കൂടെ ഒത്തിണങ്ങി വന്നപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഹിന്ദു കല്യാണത്തിനൊക്കെ വധുവിൻ്റെ വരൻ്റെ ഒക്കെ സിസ്റ്റേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓവറോൾ ലുക്കാണ് എനിക്ക് എന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ പോലെ തന്നെ മേക്കപ്പ് ചെയ്യാനും പിന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മോള് എന്നതിലുപരി എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കുഞ്ഞാറ്റ. എനിക്ക് എൻ്റെ ഹാപ്പിനെസ്സും എൻ്റെ സന്തോഷവും സങ്കടവും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ അതേപോലെ ചെയ്യുന്ന, ഐ മീൻ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയല്ല, എനിക്കെന്താണോ ഇഷ്ടം അത് അവൾ തന്നെ അത് കണ്ടറിഞ്ഞ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് അവളിലൂടെ എനിക്ക് കാണാൻ പറ്റാറുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കുഞ്ഞാറ്റ മോള്. ലവ് യു കുഞ്ഞാറ്റ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഹെയർ സ്റ്റൈല് ഇങ്ങനെയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മുല്ലപ്പൂ, ഒറിജിനൽ മുല്ലപ്പൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇത് തക്കുടു എത്തിയിട്ടുണ്ട്. തക്കുടുവിന് ഞാൻ പട്ടുപാവാടയും ഒരു മാലയും വാളയൊക്കെ ഇട്ട് കൊടുത്തു. എങ്ങനെയൊക്കെയോ പിടിച്ച് ഒന്ന് പൗഡർ ഇട്ട് കണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തു. ആൾക്ക് മേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുക എന്ന് പറയുന്നത് ഒന്നും വലിയ താല്പര്യമില്ല. ഇനി പ്രായത്തിൻ്റെ അറിവില്ലായ്മയാണോ എന്ന് അറിയില്ല, വലിയ കുട്ടിയാകുമ്പോൾ എന്താ പാടുമെന്നും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിന് നമ്മൾ വേറൊരു ലൊക്കേഷനിൽ പോകാനായിട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് കൊണ്ട് കാക്കൂന് ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ ആൽത്തറയുടെ അവിടെയാണ് നമ്മൾ ലൊക്കേഷൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വിഷു ഷൂട്ടിനൊക്കെ നമുക്ക് കുറച്ച് കൊന്നപ്പൂവും അമ്പലവും ആൽത്തറയും അങ്ങനെ ഒരു ട്രഡീഷണൽ വൈബുള്ള പ്ലേസുകളാണല്ലോ രസമല്ലേ. പിന്നെ തക്കട് കണ്ടില്ലേ, അവൾക്ക് ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് കടിച്ച്, ഫോട്ടോയിലൊന്നുമല്ല അവളുടെ ശ്രദ്ധ, അവൾക്ക് ഡ്രസ്സ് കടിക്കണം, എന്തെങ്കിലും കളിച്ചിരിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനും കുഞ്ഞാറ്റയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് വന്നത് കൊണ്ട് അവൾക്കും ഫോട്ടോ എടുക്കാൻ വരണം എന്നൊരു ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്രയെങ്കിലും അവളെ വെച്ചിട്ട് കിട്ടിയത്. അവളുടെ ഫോട്ടോസും അവളുടെ ഷോർട്സും ഒന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വളരെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയെങ്കിലും കിട്ടിയത് ഭാഗ്യമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഫോട്ടോഗ്രാഫർ വേറെ ആരുമല്ല, കാക്കു തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ കാക്കുവിനോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു കാക്കു, അത്രയും വയ്യാഞ്ഞിട്ടും ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നതിനും താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അല്ലെങ്കിലും കാക്കുവിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു പ്രിയ റസാഖ് എന്ന് പറയുന്ന ആൾ തന്നെ ഉണ്ടാവില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഒരു നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോർമാലിറ്റി ആയി പോവും. എന്നാലും ഇവിടെ കിടക്കട്ടെ. പിന്നെ കുഞ്ഞാറ്റക്കുട്ടി ഇതാ അടിപൊളിയായിട്ട് പോസ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ അവൾ ഉഷാറാണ് കേട്ടോ. അവൾക്ക് എൻ്റെ പോലെയാണ്. മേ ബി തക്കുടവും വലുതാവുമ്പോൾ കുഞ്ഞാറ്റയുടെ ഒക്കെ ഒരു പ്രായമാകുമ്പോഴേക്കും ഇങ്ങനെ ആവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ അവൾ തീരെ ചെറിയ കുഞ്ഞല്ലേ, അവൾക്ക് ഇങ്ങനെ അവിടെ കൂടെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നോക്കാനും ഉറുമ്പിനെ നോക്കാനും, മറ്റേ നമ്മുടെ മാങ്ങണ്ടി ഇല്ലേ,
ഒരു റെഡ് ജന്തു അതിനെ പിടിക്കാനൊക്കെ നടക്കുകയായിരുന്നു. ഇപ്പം പിന്നെ നമുക്ക് എന്ത് ഈവൻറ്റ് വന്നു കഴിഞ്ഞാലും ഫോട്ടോ മസ്റ്റാണ് അല്ലേ. ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും എന്ത് വന്നു കഴിഞ്ഞാലും ഫോട്ടോഷൂട്ട് നിർബന്ധമാണ്. മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറ തന്നെ ഇപ്പോൾ എല്ലായിടത്തും സുലഭമാണല്ലോ അല്ലേ. എല്ലാ വീട്ടിലും മിക്കവാറും ഒരു ക്യാമറ ഉണ്ടാവും ഇപ്പോൾ. ഇല്ലെങ്കിൽ ക്യാമറേനെക്കാട്ടിലും ക്വാളിറ്റിയിൽ ഫോട്ടോസ് കിട്ടുന്ന മൊബൈൽ ഫോണുകളും ഉണ്ടല്ലോ. പക്ഷെ എൻ്റെ അമ്മയൊക്കെ പറയുന്നു, അമ്മയുടെയൊക്കെ കുട്ടിക്കാലത്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ വർഷത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ വീട്ടിൽ വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയും എല്ലാ കുടുംബക്കാരെയും വിളിച്ചു കൂട്ടിയിട്ടാണ് ഒറ്റൊരു ഫാമിലി ഫോട്ടോ എടുക്കുക. ഇന്നത്തെ പോലെ ഇങ്ങനെ പോസ് ചെയ്തിട്ട് സിംഗിളായിട്ടുള്ള ഫോട്ടോസ് അങ്ങനെയൊന്നും എടുക്കില്ല എന്നാണ്. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തേക്ക് നോക്കുകയാണെങ്കിലും എന്നൊന്നും ഫോട്ടോസൊന്നും എടുക്കില്ലായിരുന്നു. പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. അപ്പോൾ എന്നും ഫോട്ടോസൊന്നും എടുക്കില്ലായിരുന്നു. പറഞ്ഞ പോലെ വർഷത്തിൽ 1-2 പ്രാവശ്യം എൻ്റെ മാമൻ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ മാമൻ ഇതേപോലെ ഒരു ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒന്നും അല്ല, വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കും. ഞങ്ങൾ പിള്ളേരുടെയും കസിൻസിൻ്റെ ഒക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കും. പിന്നെ ഇന്നത്തെ പോലെ ക്യാമറയിൽ മെമ്മറി കാർഡ് വെച്ചിട്ടല്ല ഫോട്ടോസ് എടുക്കുക. അതിങ്ങനെ ഫോട്ടോ ഫിലിം റോളുകളായിരുന്നു. ആ ഫിലിം ക്യാമറയ്ക്കകത്തിട്ടിട്ടായിരുന്നു ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അതൊന്നും അറിയുന്നുണ്ടാവില്ല. ഒന്നുമില്ല, അങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ പഴയൊരു നൊസ്റ്റാൾജിയ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കൊല്ലത്തെ വിഷു ഫോട്ടോഷൂട്ടും കൂടെ അങ്ങനെ അങ്ങോട്ട് സന്തോഷകരമായിട്ട് കഴിഞ്ഞു. ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ പോസ്റ്റ് ചെയ്യും. പിന്നെ വിഷു ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ പ്രിയ. ബൈ.